ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ബോസി ഗേൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 6 months ബേബിയുടെ ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ടോപ്പാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് ഇതുപോലെ 2 മടക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നും കൂടി മടക്കി നമ്മൾ 4 ഫോൾഡ് ചെയ്തെടുക്കുക. 4 മടക്കിൽ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് മേലെ ഒപ്പം അല്ലെങ്കിൽ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്ത് നമുക്ക് അവിടെ നിന്ന് വേണം പിന്നീടുള്ള മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് 3 ഇഞ്ചാണ്. അതിന് ശേഷം ഇതിൻ്റെ ആം ഹോൾ നമുക്ക് ഒരു 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് തന്നെയായിരിക്കും എല്ലാ 6 months ബേബീസിനും വരാം കേട്ടോ. പിന്നെ വണ്ണത്തിനനുസരിച്ചിട്ടായിരിക്കും വ്യത്യാസം വരിക. ഇനി ഞാൻ നെക്ക് ഡീപ്നെസ് അത് ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് ലെങ്ത്ത് ഞാനൊരു ടോട്ടൽ 7.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. മടക്കി തയ്ക്കാനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ 7.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാർക്ക് ചെയ്തത് ഇതിൻ്റെ ചെസ്റ്റ് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ വേസ്റ്റ് ഞാനൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആക്കി വരച്ചെടുക്കാം. ഇനി മാർജിൻ 1 ഇഞ്ച് വെച്ചിട്ട് സൈഡിൽ കൊടുക്കാം. അത്രയൊക്കെ തന്നെ നമുക്ക് വേണ്ട കേട്ടോ, കാരണം ഒരുപാട് വണ്ണമൊന്നും വെക്കില്ലല്ലോ. അപ്പോൾ അതെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ ഈ സൈഡിൽ നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം വരഞ്ഞ് വരാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം, എന്നിട്ട് നമുക്കത് മാർക്ക് ചെയ്തെടുക്കാം. ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വയർ കാണുന്ന രീതിയിലാണ് ഉദ്ദേശിക്കേണ്ടത്, അതാണ് ഞാൻ ഇത്ര ലെങ്ത്ത് എടുത്തത്. കുറച്ചും കൂടി ഇറക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇറക്കത്തിൽ വയ്ക്കാം. ഇനി ഇത്രയും കൂടി ഇറക്കം കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈഡ് മാത്രം ഒന്ന് ഡ്രസ്സിൻ്റെ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇതേ മെഷർമെൻറ്റിൽ നമുക്ക് അപ്പുറത്തെ സൈഡും മാർക്ക് ചെയ്തെടുക്കാം. 2 സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കിങ്ങനെ സൈഡിലോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു നെക്കിൻ്റെ ആ ഒരു കോർണർ പോർഷൻ ഒന്ന് കർവ് ചെയ്തെടുക്കണം. എന്നാലാണ് അവിടെ റാ ഷേപ്പ് വരുള്ളൂ. എന്നിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആം ഹോൾ കർവും കൂടി ഇതുപോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മുടെ 2 ബാക്കും ഫ്രണ്ടും നമ്മുടെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ഫാബ്രിക്കിന് ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതേ മെയിൻ ഫാബ്രിക്കിന് ഞാൻ അതുപോലെ പീസ് എടുത്തിട്ട് നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് മറച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് സൈഡിൽ മേലെ ലൈനിങ്ങിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അതിന് പകരം നിങ്ങൾ നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ 4 സൈഡ് ഇതുപോലെ നിൽക്കും. ഇന്ന് നമുക്ക് നെക്സ്റ്റ് സൈഡ് നോക്കുള്ള സ്റ്റിച്ച് നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ 4 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആം ഹോൾ സൈഡാണ് കേട്ടോ നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആം ഹോളിൻ്റെ അവിടെ നമുക്ക് കുറച്ച് കട്ടിയിൽ വേണം ക്ലോത്ത് നിൽക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ലൈനിങ്ങിൽ ഒരു ക്രോസ് പീസ് ഇതുപോലെ 1 ഇഞ്ചിൽ കെട്ടിയെടുത്തിട്ട് മടക്കി തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്.
ഇതുപോലെ തന്നെ നിങ്ങൾ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഈ സ്ലീവ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിലും വെക്കാം, അല്ലെങ്കിൽ റൈറ്റിലേക്ക് വരുന്ന രീതിയിലും വെക്കാം. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്ലീവ് വരുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത്. ഇതുപോലെ ലെഫ്റ്റിലാണ് സ്ട്രിപ്പ് വെക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഓപ്പൺ ചെയ്യണം. അതിനെ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് നടുവൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്കിൽ നമുക്ക് പ്രസ് ബട്ടണോ അല്ലെങ്കിൽ ലൂപ്പ് വയ്ക്കണമെങ്കിൽ ലൂപ്പ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പ്രസ് ബട്ടണാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നടു രണ്ടാക്കി കട്ട് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ മടക്കി തയ്ച്ചെടുക്കണം. മടക്കി തയ്ക്കാനായിട്ട് ഞാനിവിടെ ലൈനിങ്ങിൽ നിന്ന് 1 ഇഞ്ചിൻ്റെ ഇതുപോലെ 2 പീസ് എടുത്തിട്ട് മടക്കി തയ്ച്ചെടുക്കണം മടക്കിയിട്ട്. അപ്പോൾ ലെങ്ത്ത് കുറച്ചും കൂടി നീട്ടന്നെ എടുത്തിട്ട് വേണം കേട്ടോ മടക്കി തയ്ച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ബാക്ക് സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് സ്ട്രിപ്പ് വയ്ക്കണം. സ്ട്രിപ്പിന് മുന്നേ നമുക്ക് ആദ്യം ഇതിൻ്റെ ഷോൾഡർ ഉണ്ടല്ലോ, ഈ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൽ നിങ്ങളെ അതായത് നമ്മൾ മടക്കി തയ്ച്ച കാരണം ഒരു കട്ടി ഉണ്ടാവും അവിടെ. അപ്പോൾ ആ ഭാഗം മെല്ലെ വേണം നിങ്ങൾ കെട്ടിട്ടെടുക്കാനായിട്ട്. എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ ബാക്കിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഭാഗം പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കില്ല. ഇനി സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കാം. സ്ട്രിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് നടു മടക്കിയിടാം. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും, അത് നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇവിടെ സ്ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ മെഷർമെൻറ്റ് ഇവിടെ നിന്ന് എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഒരു 3.2 ഇഞ്ചസാണ് വരുന്നത്. അപ്പോൾ എക്സ്ട്രാ ഞാനൊരു 4.1 ഇഞ്ചും കൂടി ചേർക്കുന്നുണ്ട് സ്ട്രിപ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ മെയിൻ ഫാബ്രിക്കിൽ 1 ഇഞ്ചിൻ്റെ ലൈനിങ് ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് 4 വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മെയിൻ ഫാബ്രിക്കിൽ. ഇനി ബാക്കി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗം കട്ട് ചെയ്യണ്ട കേട്ടോ, ആ 4 ഇഞ്ച് അങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം ഉള്ളിലേക്ക്. ഒരുപാട് കട്ടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഫാബ്രിക് ഞാനിങ്ങനെ വെച്ചത്. എന്നിട്ട് ഇതുപോലെ 2 വശങ്ങൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നിങ്ങൾക്ക് 3 സ്ട്രിപ്പും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ട്രിപ്സ് ഇതുപോലെ 3 കട്ട് ചെയ്ത ശേഷം നമ്മൾ ഒരു സൈഡിലാണ് മെഷർമെൻറ്റ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 4.2 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ 3 ഒപ്പം വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴാണ് നമുക്ക് ഫുൾ ലെങ്ത് ആവുള്ളൂ. കാരണം നമ്മൾ ഒരു സൈഡ് മാത്രമാണ് മാർക്ക് ചെയ്തെടുത്തത്. കട്ട് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ നല്ലപോലെ ഈ സ്ട്രിപ്പ് ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ നടു മടക്കിയിട്ട് ഡ്രസ്സ് ഇടാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ സ്ലീവിൻ്റെ വിടുത്തിടല്ലോ, അത് എത്ര വരുന്നത് നോക്കാം. അതിനനുസരിച്ച് നമുക്കിവിടെ ആ ഒരു മാർക്കിങ് ചെയ്തെടുത്തിട്ട് ആ മാർക്കിങ്ങിൻ്റെ ഉള്ളിൽ വേണം നമ്മുടെ 3 സ്ട്രിപ്പ് ഇതുപോലെ വെക്കാനായിട്ട്. അടുപ്പിച്ച് തന്നെ അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ 3 വെച്ചിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ വരും. ഇനി ചെയ്യേണ്ടത് അപ്പുറത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വീണ്ടും നമുക്കിതുപോലെ നടു മടക്കിയെടുക്കാം കേട്ടോ. നടു മടക്കിയെടുത്തിട്ട് ഇതിൻ്റെ കറക്റ്റ് സ്ലീവിനോട് വരുന്ന ഈ രീതിയിൽ മടക്കിയെടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇത്ര ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം കൂടുതൽ എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ടൊന്ന് ചെറുതാക്കി എടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് നിൽക്കുമല്ലോ. ഇനി ഇതുപോലെ ഇവിടെ നിങ്ങൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
സ്ട്രിപ്സ് ഇപ്പോൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് 1 ഇഞ്ച് മാർജിൻ നമ്മൾ രണ്ട് സൈഡിലും ഇട്ടിട്ടുണ്ട്, അത് തയ്ച്ചെടുക്കുക. എന്നിട്ട് നടുവിൽ ഷോ ബട്ടണും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി സ്കേർട്ടിന് വേണ്ടി ഞാൻ ഓൾറെഡി രണ്ടാക്കി മടക്കിയിട്ടാണ് ക്ലോത്ത് ഇട്ടിട്ടുള്ളത്. എനിക്ക് ടോട്ടൽ ലെങ്ത്ത് 15 ഇഞ്ച്, അതിൽ 1.5 ഇഞ്ച് ഇലാസ്റ്റിക് പോവും, 14 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച് മടക്കി തയ്ക്കാനും പോവും. അപ്പോൾ ഞാൻ മൊത്തം 14 ഇഞ്ചിൽ എനിക്ക് ക്ലോത്ത് മടക്കിയിട്ടിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഈ ക്ലോത്തിന് എത്ര വരുന്നു നോക്കാം. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇടാനായിട്ട്. ഇപ്പോൾ ഇത് 42 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ഞാൻ അത് ക്ലോത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പോവാണ്, ഫുൾ ക്ലോത്ത്. ഇനി ഇതേ 14 ഇഞ്ചിലാണ് ഞാനത് മടക്കിയിട്ടിട്ടുള്ളത്. എന്നിട്ട് ഇത് കുറച്ച് ഇങ്ങനെ തിന്നായിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അരികത്തായിട്ട് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഭാഗം വരുന്ന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡ് ഓപ്പൺ ആക്കി എടുക്കുക കേട്ടോ. മടക്ക് വരുന്ന സൈഡ് ഓപ്പൺ ആക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ലൈനിങ് ഞാൻ 1 മീറ്റർ എടുത്തിട്ടുള്ളത്. സ്കേർട്ടിൻ്റെ ക്ലോത്ത് ഞാൻ 2 മീറ്ററോളം മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ 2 മീറ്റർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇതേ 42 ഇഞ്ച് വരുന്ന ക്ലോത്തായിരുന്നു അത്. ഇനി ഇതേ ലൈനിങ് ഞാൻ 1 മീറ്റർ മൊത്തം എടുക്കുകയാണ്. അതിൽ ഞാൻ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ച് വെക്കണുള്ളൂ കേട്ടോ. 14 ഇഞ്ചിൽ നമുക്ക് കുറച്ച് കുറവ് ലൈനിങ് നിൽക്കുന്നതാണ് എപ്പോഴും ഭംഗി ഉണ്ടാവുക. ഇതുപോലെ നമുക്ക് വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് 2 സൈഡും ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് കുറച്ച് കൂടുതലാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതുപോലെ 2 സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെ പ്ലീറ്റ്സ് ഇടാമെന്ന് നോക്കാം. മെയിൻ ഫാബ്രിക്കിൽ അതിന് നമ്മൾ ആദ്യം മെയിൻ ഫാബ്രിക്കിൽ ഈ 2 സൈഡ് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം അരയിഞ്ചിൽ നിങ്ങളൊന്ന് തയ്ച്ചെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കട്ട് വരുന്ന ഭാഗം ഉള്ളിലേക്ക്, പ്ലീറ്റ്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ക്ലോത്ത് പ്ലീറ്റ്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലീറ്റ്സ് എത്ര ഇഞ്ചിൽ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ മിഡിൽ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ പ്ലീറ്റ്സ് ഏകദേശം ഞാനൊരു 12 ഇഞ്ച് ലെങ്ത്ത് വരണം പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊരു 3 ഇഞ്ചിലാണ് പ്ലീറ്റ്സ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം 12 ഇഞ്ച് ലെങ്ത്ത് വേണം. അതിൽ 3 ഇഞ്ച് പ്ലീറ്റ്സ്, 3 ഇഞ്ച് പ്ലീറ്റ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക. ഉള്ളിലേക്ക് നല്ലപോലെ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് നമുക്ക് 3 ഇഞ്ച് വരാൻ പാടുള്ളൂ. അപ്പോൾ ഉള്ളിലേക്ക് നല്ലപോലെ കയറ്റിയിട്ടിട്ട് വേണം നിങ്ങൾ തയ്ച്ചെടുക്കാനായിട്ടത്. അതായത് മിഡിൽ പോർഷൻ വരെ 12 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡ് നല്ല നീറ്റായിട്ട് തന്നെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരവണ്ണം എത്ര ഇഞ്ചസിലായെന്ന് നോക്കാം. അപ്പോൾ അളന്ന് നോക്കുമ്പോൾ 12 ഇഞ്ചിൽ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലോത്ത് പ്ലീറ്റ്സ് എടുത്തിടാം കേട്ടോ, ഉള്ളിലേക്ക് ആക്കിയിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും വലിയ പ്ലീറ്റ്സ് ഇടാൻ കാരണം ഇനി കൊച്ചുങ്ങൾ വലുതാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അഴിച്ചിട്ട് കുറച്ചും കൂടി വലുതാക്കി എടുക്കുകയും ചെയ്യാം. അതാണ് ഞാൻ ചെയ്തത്. ഇനി എൻ്റെ അടിയിൽ നമുക്ക് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ് ഞാൻ ഓൾറെഡി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അടിയിൽ ഞാൻ ആദ്യം മടക്കി അടിച്ചിട്ടുണ്ടായി. എന്നിട്ട് കുഞ്ഞേ പ്ലീറ്റ്സാണ് കേട്ടോ ഇതിന് ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ കാണാൻ പറ്റും ജോയിൻ ചെയ്ത 1 മീറ്ററിൻ്റെ ബാക്കി 1/4 മീറ്റർ, അതായത് 1 മീറ്റർ 1.25 മീറ്റർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബാക്കി വന്ന പീസ് ഞാൻ അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയത് നമുക്ക് ഇനി അരവണ്ണത്തിനുള്ള ആ 12 ഇഞ്ച് ഉണ്ടല്ലോ അളന്നിട്ട് വരുന്നത്, ആ 12 ഇഞ്ച് നമുക്ക് ഈ ബാക്കിയുള്ള പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു സൈഡാണ് 12, അപ്പോൾ 2 സൈഡും കൂടി ആകുമ്പോൾ 24 ഇഞ്ച്. അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. ഇനി എത്ര വീതി വേണമെന്നുള്ളത് 1.5 ഇഞ്ചാണ് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് മടക്കിയെടുക്കുമ്പോൾ 3 ഇഞ്ച് വേണം നമുക്ക് മടക്കിയെടുത്തിട്ട് വരുമ്പോൾ വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക. ഇനി നമുക്ക് 2 സൈഡിലും ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് തയ്ച്ച് പോകണം. അപ്പോൾ ഞാൻ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അങ്ങനെ 4 ഇഞ്ചിൽ വേണം നമുക്ക് ഈ പട്ട വെട്ടിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ വരച്ച് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈനിങ് പീസ് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും കൂടി നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ.
അതിന് മുന്നേ ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റാക്കുക. 12 ഇഞ്ചാണ് ഒരു സൈഡ് വേണ്ടത്. അങ്ങനെ 12 ഇഞ്ചിലാക്കിയിട്ട് ഒന്നുകൂടി നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഈ ലൈനിങ് പീസ് മെയിൻ ഫാബ്രിക്കിൽ 4 വശം ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അടിഭാഗത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അയൺ ചെയ്തെടുക്കുക, സ്റ്റിഫായിട്ട് നിൽക്കുക. എന്നിട്ട് മറ്റേ ഭാഗം ഇതുപോലെ സ്കേർട്ടിൽ 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ നിങ്ങൾ തയ്ച്ചെടുക്കണം. തയ്ച്ചെടുത്ത ശേഷം ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓപ്പൺ ചെയ്ത് നിൽക്കണ വശം നിങ്ങൾ ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം മടക്കി ഇതുപോലെ 1/2 ഇഞ്ചിൻ്റെ സ്റ്റിച്ചിൻ്റെ ഒപ്പം വെച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നിങ്ങൾ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 1 ഇഞ്ചിനുള്ള ഗ്യാപ്പ് ഞാൻ വിട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യണം. അതിന് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് ഇലാസ്റ്റിക് ഞാൻ എടുക്കുന്നുള്ളൂ. മൊത്തം 24ആണ്. അതിൽ 15 എടുക്കണുള്ളൂ. കാരണം വലിച്ച് ഇടുമ്പോൾ ഇലാസ്റ്റിക് ആയതുകൊണ്ട് സ്ട്രെച്ച് ചെയ്ത് വരുമല്ലോ. അങ്ങനെ 15 ഇഞ്ചസിലെടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു സൂചി അതിൽ കുത്തി വെച്ചിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ കടത്തി വിടുക. ഫുൾ റൗണ്ട് ഇതുപോലെ കടത്തിയ ശേഷം നിങ്ങൾ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മീതെ ഒരെണ്ണം വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ചുരുക്കുകളൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിൽ ചുരുക്കിയെടുക്കുക. ഉള്ളിൽ തിരിഞ്ഞൊന്നും ഇലാസ്റ്റിക് പോകാൻ പാടില്ല. നല്ല വൃത്തിയിൽ തന്നെ ചെയ്തെടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഗ്യാപ്പ് ഇതിവിടെ വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നിനെ ഇതുപോലെ തന്നെ ഇടാം, അല്ലെങ്കിൽ മേലെ നിങ്ങൾക്ക് ഇലാസ്റ്റിക്കിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് താഴത്തെ ഭാഗം നിങ്ങൾക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. ടോപ്പിൽ ഫ്ലവർ അറ്റാച്ച് ചെയ്യാനായിട്ട് 2.5 ഇഞ്ച് വിടുത്തും 12 ഇഞ്ച് നീളത്തിലാണ് ഞാൻ സ്കേർട്ടിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അരികുവശം ഇതുപോലെ നല്ല വശത്തേക്ക് മടക്കിയിട്ട് അതിൻ്റെ ചീത്ത വശത്തായിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ നിങ്ങൾ 2 സൈഡിലും തയ്ച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ മറച്ചെടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ 2 സൈഡ് നിൽക്കും ഫ്ലവറിൻ്റെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം നല്ല വശത്തേക്ക് 2 കോൺ സൈഡ് ഇതുപോലെ ഉള്ളിൽ നിന്ന് മറച്ചെടുത്ത ശേഷം ഇതിൻ്റെ ഈ ഓപ്പൺ നിൽക്കുന്ന സൈഡ് ഒന്ന് 4 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അയൺ ചെയ്തെടുത്താലും മതി. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ചെറിയ ഫ്രിൽസ് നിങ്ങൾ ചെയ്തെടുക്കുക. ഫ്രിൽസ് ചെയ്ത ശേഷം ഞാൻ അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ത്രെഡുകൾ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് അടുപ്പിച്ച് നമ്മൾ ഫ്രിൽസ് ഇട്ട നിർത്തിയ വശം ഉണ്ടല്ലോ, ആ വശം നമുക്ക് ഉള്ളിൽ ബഡ് പോലെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് നിങ്ങൾ ക്ലോത്ത് പോവുക. ഇങ്ങനെ ഫുൾ റോൾ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു റോസ് ഫ്ലവർ പോലെ ഇത് ക്രിയേറ്റ് ആവും കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2 ലെയറിൽ നൂല് സൂചിയിൽ കോർത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളൊന്ന് ഫിക്സ് ആവുന്ന രീതിയിലല്ല, ലെയറും ഫ്ലവറിൻ്റെ ഫിക്സ് ആവുന്ന രീതിയിലൊന്ന് തുന്നിയെടുക്കുക. ഫ്ലവറിൻ്റെ എല്ലാ ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ താഴത്തെ ഭാഗം ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും കൂട്ടിപ്പിടിച്ച് തുന്നിയെടുക്കണം. അല്ലെങ്കിൽ ഓരോ ലെയറും അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നല്ല രീതിക്ക് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ കൈത്തുന്നൽ ചെയ്യേണ്ടതാണ് നല്ലത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നമ്മുടെ ടോപ്പിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഫ്ലവർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ സ്ട്രിപ്പിൻ്റെ മേൽഭാഗത്തായിട്ടും വയ്ക്കാം. പക്ഷേ എനിക്കിവിടെ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കിതൊന്ന് തുന്നി പിടിപ്പിക്കാം കേട്ടോ. നമ്മൾ തുന്നുമ്പോൾ എപ്പോഴും നല്ല നീറ്റായിട്ട് തുന്നിയെടുക്കാൻ നോക്കുക. കുറച്ചുകൂടി നല്ല പോലെ ആദ്യം ഫിക്സ് ചെയ്തിട്ട് തുന്നണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ ഫ്ലവർ ഗ്ലൂ ചെയ്തെടുക്കുക. അതായത് ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് നിങ്ങൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ തുന്നുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് തോന്നും. പിന്നെ എപ്പോഴും തുന്നുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ സ്റ്റിച്ച് വരുന്ന രീതി നിങ്ങൾ നോക്കണം. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ തുന്നി വയ്ക്കരുത്, അത് കാണാനും ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നിങ്ങളിതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ ഫ്ലവർ.
നല്ല നീറ്റായിട്ട് തന്നെ ഫ്ലവർ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഈ സ്ട്രിപ്പ് ഞാൻ പുറത്ത് വെച്ചത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് സ്റ്റിച്ച് അഴിച്ച് മാറ്റിയിട്ട് സ്ട്രിപ്പ് ഇല്ലാതെ യൂസ് ചെയ്യാം. ഇനി ബാക്ക് സൈഡിൽ ഇതുപോലെ പ്രസ് ബട്ടൺസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് രണ്ട് സൈഡും ഞാൻ ടോപ്പും സ്കേർട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലീറ്റ്സ് എല്ലാം ഞാൻ അയൺ ചെയ്തെടുത്തു, താഴെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അയൺ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇതേ പ്രസ് ബട്ടൺ നിങ്ങൾക്ക് ഇതുപോലെ വെച്ചെടുക്കാം കേട്ടോ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ബെൽ ബട്ടനും കൂടെ അമർത്താം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.